ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ദൈ ഹോട്ടലാണ് താമസിച്ചത്. രാജധാനി പാർക്ക് എന്ന് പറയും. പാഞ്ചാലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും ഉണ്ട് അവർക്ക്. അപ്പോൾ ഞങ്ങളെടുത്ത റൂം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരെയും. അപ്പോൾ ഇതാണ് റൂമൊക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള എന്താ പറയുക, ഒരു വർത്തുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്ര നല്ല റൂമുകളാണ് കേട്ടോ. നല്ല ക്ലീനായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല ബെഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ റൂമിൽ. ചെയർ, ടേബിള് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ, അതേപോലെ തന്നെ നമുക്കൊരു ചായ ഇട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, അതേപോലെ തന്നെ കോഫി പൗഡർ, പിന്നെ മിൽക്ക് പൗഡർ, ടീ പൗഡർ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ചായ ഇട്ടൊക്കെ കുടിക്കാം. കപ്പും എല്ലാം ഉണ്ട്. എനിക്ക് റൂമിൽ തോന്നിയത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബെഡിൻ്റെ അടുത്ത് രണ്ട് സൈഡിൽ രണ്ട് ചെറിയ ടേബിളുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ, ഈ ഒരു ഡ്രോയറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാം. മുകളിൽ പെട്ടി സാധനങ്ങൾ വയ്ക്കാം. പിന്നെ ഒരു വാൾഡ്രോബ്, അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസാണ്. പിന്നെ ലോക്കർ സൗകര്യമുണ്ട്. പിന്നെ ഹാങ്കറൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് പറയണമെന്ന് വെച്ചാൽ ഈ റൂമിൽ എവിടെ നോക്കിയാലും കണ്ണാടിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ രണ്ട് വാൾഡ്രോബിൽ രണ്ടിലും കണ്ണാടിയുണ്ട്. ബാത്റൂമിൻ്റെ ഡോറിൽ തന്നെ കണ്ണാടിയാണ്. പിന്നെ നമുക്ക് അല്ലാതെ ഒരുങ്ങാനായിട്ട് വലിയൊരു കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ചുറ്റും കണ്ണാടികളാണ്. നമ്മൾ വാൾഡ്രോബിൽ നോക്കി വരുമ്പോൾ നേരെ ബാത്റൂമിലോട്ട് നോക്കുമ്പോൾ അവിടെയും കണ്ണാടിയാണ്. ബാത്റൂമിലും വലിയ കണ്ണാടിയാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാത്റൂമൊക്കെ സൂപ്പറായിരുന്നു, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സേഫായിട്ട് ആ റൂമിൽ താമസിക്കാമെന്ന് എനിക്ക് തോന്നി. മെയിനായിട്ട് ഈ അമ്പലത്തിൽ വരുന്നവരെ ഫോക്കസ് ചെയ്താണ് ഈ റൂം. പിന്നെ ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ വൈകിട്ടേ എവിടെ പോകുന്നുള്ളൂ, അമ്പലത്തിൽ പോകുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ വെയിലായതുകൊണ്ട് അമ്പലത്തിൽ പോയി ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ കൊണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം പോകുന്നുള്ളൂ, അല്ലെങ്കിൽ നാളെ രാവിലെ പോകും. അപ്പം ഇപ്പം ഞങ്ങൾ കുഞ്ഞിനെ സൂയിൽ കൊണ്ടുപോകാം അല്ലേ. സൂവിലും മ്യൂസിയത്തിലും ഒക്കെ കൊണ്ടുപോകാം. പറ്റിയ ബീച്ചിലും ഒന്ന് പോകും, ശംഖുമുഖത്തോ കോവളത്തോ എവിടെയെങ്കിലും പോകും. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്താ പറയുക, തിരുവനന്തപുരം. 2 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. കുറേ ശംഖുമുഖം, പിന്നെ ഞങ്ങളുടെ ഓഫീസ്, ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറി ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പറ്റിയ ഏട്ടനെ കൊണ്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ പോവാം, സൂവിൽ ടൈഗറിനെയൊക്കെ കാണാൻ പോവാണ് അല്ലേ. ഈ വീഡിയോ എടുത്ത ശേഷം ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബസ്സിനാണ് നമ്മുടെ സൂവിലോട്ട് പോയത്. അപ്പോൾ അവിടുന്ന് എപ്പോഴും ബസ്സുണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിന് കയറി സൂവിൽ ഇറങ്ങി. പിന്നെ എനിക്കിവിടെ അത്യാവശ്യമൊക്കെ പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഏട്ടനെ വിളിച്ച് ബസ്സിൽ പോയത്. അല്ലെങ്കിൽ ഓട്ടോയെല്ലാം വിളിച്ച് പോവുള്ളൂ. പിന്നെ ദൂരവും കുറവാണല്ലോ. പിന്നെ ഇതാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ എന്തൊക്കെയോ കുറേ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അമ്മ ആശാ വർക്കറായതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അപ്പം അതും ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം അവർ അവിടെ സമരം നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആർട്സ് കോളേജ് കണ്ടു. ആർട്സ് കോളേജ് കഴിഞ്ഞിട്ടാണ് ലൈബ്രറിയിൽ എനിക്ക് മെമ്പർഷിപ്പൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വന്ന് ബുക്സൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബോയ്സിൻ്റെ ഹോസ്റ്റൽ കാണാം. അടികപ്പ്യാരെ കൊട്ടമണി, ഇതാണ് അടികപ്പ്യാരെ കൊട്ടമണിയിലൊക്കെ കാണിക്കുന്ന അതേ ഹോസ്റ്റലാണ്. അവിടെ ഞങ്ങൾ മ്യൂസിയത്തിൽ ബസ് ഇറങ്ങി. ഉള്ളിൽ കയറിയപ്പോഴത്തേനും കുഞ്ഞിറങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, മ്യൂസിയത്തിൽ തന്നെ പോയി വെയിറ്റ് ചെയ്തു. കുറേ സമയം ഇരുന്നു. അപ്പോഴേക്ക് ചന്ദ്ര വന്നു. പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ പതിയെയാണ് സൂവിലോട്ട് പോയത്. അപ്പോൾ അതിനു മുമ്പ് അവൾ കേക്കുമായിട്ട് വന്നു, അതും ഒന്ന് കട്ട് ചെയ്തു. അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.